പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോയിൽ മിക്കവാറും വരുന്ന ഒരു കമൻറ്റാണ്, കൊച്ചിൻ പോർട്ട് നഷ്ടത്തിലല്ലേ, അത് പൂട്ടാറായല്ലോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം കൊച്ചിൻ പോർട്ടാണ് കേട്ടോ. ട്രാവൽ പരവും ബിസിനസ് പരമായ ഇൻഫർമേഷൻസ് ആട്ടോ ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൊച്ചിൻ പോർട്ട് എന്നത് കണ്ടെയ്നറുകൾ മാത്രം കയറ്റി അയക്കുന്ന ടെർമിനൽ അല്ല, ഇന്ത്യയിലെ 5ാമത്തെ വലിയ മേജർ പോർട്ടാണ്. 16ഓളം ബെർത്തുള്ള പോർട്ടാണിത്. ഈ ബെർത്തും ടെർമിനൽ എന്താണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം അറിയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ ടൈപ്പും ഷിപ്പുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ് കൊച്ചിൻ പോർട്ട്. അതിൽ പാസഞ്ചർ ഷിപ്പ്, ക്രൂയിസ് ഷിപ്പ്, ടാങ്കർ, ബൾക്ക് കാർഗോ, കണ്ടെയ്നർ ഷിപ്പ് എന്നിവയെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിലവിൽ റിഫൈനറിയിലേക്കുള്ള പെട്രോളിയം, ഫാക്ടറി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള കെമിക്കൽ, LNG ടെർമിനലിലേക്കുള്ള LNG, ഇതെല്ലാം ഈ പോർട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് പാസഞ്ചർ ഷിപ്പ് ഉണ്ട്. ദുബായിലേക്ക് പുതിയ സർവീസ് തുടങ്ങാൻ പോകുന്നു. അതുകൂടാതെ ഇന്ത്യയിലെ തന്നെ മെയിൻ ക്രൂയിസ് ഡെസ്റ്റിനേഷനാണ്. കൊച്ചിയിൽ 2023 മാത്രം ഏതാണ്ട് 31ഓളം ക്രൂയിസ് വെസൽ വന്നു പോയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ക്രൂയിസ് വെസലുകൾ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിസിനസ് നടക്കുന്ന പോർട്ടാണിത്. മൊത്തം 750 കോടി രൂപ വരുമാനമുണ്ട്. അതിൽ ഒരു 300 കോടി രൂപ പ്രവർത്തന ലാഭമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്ഷീണമുള്ളത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പിന് കൊടുത്തേക്കുന്ന മാതിരി ഇവിടെ ഈ കണ്ടെയ്നർ സെക്ഷൻ കൊടുത്തേക്കുന്നത് ദുബായ് പോർട്ടിനാണ്. അവരാണ് അത് നടത്തുന്നത്. വിഴിഞ്ഞവും കൊച്ചിയൊക്കെ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവയാണ്. വല്ലാർപാടത്ത് പക്ഷേ 7 ലക്ഷം കണ്ടെയ്നറുകളെ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്ര ബിസിനസ് കിട്ടുന്നുള്ളൂ. ഏതൊരു രാജ്യമായാലും അവിടുത്തെ പോർട്ട് ഉണ്ടാക്കുന്നത് ആ രാജ്യത്തിൻ്റെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ കൊളംബോ പോലുള്ള പോർട്ടുകൾ ട്രാൻസ്ഷിപ്മെൻറ്റിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടുത്തെ കണ്ടെയ്നർ ട്രാഫിക്കിൻ്റെ ഒരു 90% ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ അതിലൊരു 60% ബോംബെയിൽ നിന്നും ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ് കിഴക്കും പടിഞ്ഞാറായിട്ട് 2 മെഗാ പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം അല്ലെങ്കിൽ കൊച്ചിയുടെയൊക്കെ ശേഷി എന്ന് പറയുന്നത് 10 ലക്ഷം കണ്ടെയ്നറാണെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെയൊക്കെ ശേഷി വരുന്നത് ഏതാണ്ട് 2.5 കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് ഈ പോർട്ടിന്. മുംബൈയിൽ വധവാൻ പോർട്ട് എന്നാണ് ഇത് പറയുന്നത്. ഇത്രയും വലിയ പോർട്ടാണ്. എല്ലാവിധ ഷിപ്പുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരത്തുള്ള ബിസിനസ് മൊത്തം ഈ പോർട്ട് വഴിയായിരിക്കും കേട്ടോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കിഴക്കൻ തീരത്ത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഏതാണ്ട് 1.5 കോടി കണ്ടെയ്നർ ശേഷിയുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. അത് തമിഴ്നാട്, തെലങ്കാന റീജിയനിലേക്ക് ഷിപ്പുകളെല്ലാം ആ പോർട്ടിലായിരിക്കും ട്രാൻസ്ഷിപ്മെൻറ്റിന് ആശ്രയിക്കുക. അപ്പോൾ കൊച്ചിയൊക്കെ ഈ മേഖലയിൽ കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയുള്ള കാലങ്ങളിൽ ആ സിറ്റികളിലെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പോർട്ട് നടന്നു പോവുക. നിലവിൽ കൊച്ചിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. സെസ്സിലും ഫാക്ടറിയിലും അങ്ങനെ കുറേ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ബിസിനസ് ഉണ്ട് നിലവിൽ. അതാണ് കൊച്ചിൻ പോർട്ടിൽ ക്ലയൻ്റായിട്ടുള്ളത്. പക്ഷേ ഇത് നാഷണൽ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായം തന്നെ എടുക്കാം. സിനിമാ വ്യവസായത്തിൽ മറ്റുള്ള അന്യഭാഷ സിനിമയൊക്കെ 1000 കോടി അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമയൊക്കെ 1000 കോടിയോ 2000 കോടിയൊക്കെ നേടുമ്പോൾ നമ്മുടെ കേരളത്തിൽ 100 കോടിയോ 200 കോടിയൊക്കെ നേടുന്നുള്ളൂ. വേറെ കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒറീസ പോലുള്ള പിന്നോക്ക സംസ്ഥാനങ്ങളിൽ അവിടെ 1 കോടിയും 2 കോടിയൊക്കെ ഇപ്പോഴും സിനിമ സൂപ്പർ ഹിറ്റിന് പോലും നേടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വ്യവസായങ്ങൾ തീരെ ചെറുതുമല്ല, ഒരു മീഡിയം വ്യവസായങ്ങളാണ് കൊച്ചിയിലുള്ളതെന്ന് പറയാം. ഇപ്പോൾ കൊച്ചി തുറമുഖം കുറച്ച് ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താ ഔട്ടർ ഹാർബറായിട്ട് ഫോർട്ട് കൊച്ചിയിലും വൈപ്പിനിലും പുറംകടലിലാണ് ഈ ഔട്ടർ ഹാർബർ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടുത്തെ പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾക്ക് നിലവിൽ ലാൻഡ് കിട്ടുന്നില്ല ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഔട്ടർ ഹാർബർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വ്യവസായത്തിൻ്റെ സ്ഥലം ലഭ്യമാകുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള തുറമുഖം ഔട്ടർ ഹാർബറിലേക്ക് മാറുമ്പോൾ ഈ ഐലൻഡിലെ സ്ഥലം വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ ഈ ഔട്ടർ ഹാർബറിൽ സ്ഥലം ലഭ്യമാവുകയും ചെയ്യും ഈ വ്യവസായങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ ബിസിനസ് ഉള്ളിടത്തോളം കാലം ഈ കൊച്ചി പോർട്ട് പൂട്ടിപ്പോകേണ്ടി വരില്ല. സ്വന്തമായിട്ട് ബിസിനസ്സൊന്നും ഇല്ലാത്ത ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രം നോക്കിയിരിക്കുന്ന പോർട്ടുകളൊക്കെ, ഈ കൊളംബോ പോലുള്ള പോർട്ടുകളൊക്കെ ചിലപ്പോൾ പൂട്ടിപ്പോകേണ്ടതായിട്ട് വരും.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.